രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ നോമിനേഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ലീഗുമായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ ബന്ധം ദേശീയ തലത്തിൽ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരോപണവും ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നാണ് അവരുടെ ആക്ഷേപം. അവരൊന്ന് അറിയേണ്ടത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധമുള്ള UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ബന്ധം ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെയോ ദേശീയ തലത്തിലെയോ കോൺഗ്രസിനില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകമാണ് കേന്ദ്രമന്ത്രി BJP നേതാവുമായ സ്മൃതി ഇറാനിയുടെ പരാമർശം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരമാണ്, ഒരേ വാദങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കിയത് ഒരു സ്ഥലത്താണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്ഷേപം. സ്മൃതി ഇറാനി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായി സ്ഥിരമായി ആക്ഷേപം ചൊരിയുന്ന ഒരാളാണ്. അവരെ BJP ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന അന്ന് മുതൽ BJP നേതൃത്വം ചെയ്യുന്ന അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും ശക്തി സ്രോതസ്സും അതിൻ്റെ നേതാവുമാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ പറ്റും. അതുവഴി BJPയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശ്രമം നടത്തുന്നത്. മാസപ്പടി ആരോപണവും കരുവന്നൂർ ബാങ്ക് കൊള്ളയും അടക്കമുള്ള നിരവധി ആരോപണങ്ങളുടെ ഭീതിയിലാണ്, പേടിയിലാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട അഴിമതി കേസുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഭീതിയിലാണ് BJPയെ സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവനകളുമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. BJP സംസാരിക്കുന്ന അതേ വാചകങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.